ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സ്നോ ഫ്ലേക്ക് ഉണ്ടാക്കിയല്ലോ. അതും ബഡ്സ് എല്ലാം വെച്ച് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് താഴെ വെച്ചിട്ടാണ് കേട്ടോ ബഡ്സുകൾ പരസ്പരം ഒട്ടിക്കുന്നത്. കാരണം അതില്ലെങ്കിൽ ക്ലോത്തിലും കൂടെ ഒട്ടിപ്പിടിക്കും. ഗ്ലൂ ഗണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളുള്ളത് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കാർഡ്ബോർഡിൽ നിന്ന് വിട്ട് വരാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും തളർന്നൊന്നുമില്ല, ഉള്ളതുപോലെ അതിനകത്ത് തന്നെ വെച്ച് വീണ്ടും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതേപോലെ ഈ ഷേപ്പിൽ ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് ഇത് ഒന്ന് ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടെ. ഈ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. ഒരു കണക്കിനാണ് കേട്ടോ അതൊന്ന് ഒട്ടിച്ചെടുത്തത്. എത്ര ഒട്ടിച്ചിട്ടത് അങ്ങ് സെറ്റായിരിക്കുന്നുണ്ടായില്ല. ഒരു സൈഡ് ഒട്ടിക്കുമ്പോൾ അടുത്ത സൈഡ് പോകും. പിന്നെ വുഡൻ സ്റ്റിക്കിൻ്റെയും കൂടി ആയതുകൊണ്ട് തന്നെ വേഗം ഒടിഞ്ഞു പോയിരുന്നു. അതാണ് മെയിൻ പ്രശ്നമായിട്ട് വന്നത്. എങ്കിലും നമ്മളൊരു കണക്കിനത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രശ്നം വരുന്നു, ഇത് ആ കാർഡ്ബോർഡിൽ നിന്ന് ഇടിച്ചെടുക്കാൻ നോക്കും. അത് ഒരു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് ഇടിക്കാൻ നോക്കിയപ്പോൾ ഒരു പാർട്ട് സ്നോ ഫ്ലേക്കിൻ്റെ ഒടിഞ്ഞും പോകും. പിന്നെ ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ കഴിയുന്നു പോകും. എന്നാലും നോക്കിയേക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും കാർഡ്ബോർഡിൽ നിന്ന് അത് റിമൂവ് ചെയ്തു. ആ റിമൂവ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഒടിഞ്ഞു പോയ പാർട്ട് ഒന്നും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിന് റെഡിമെയ്ഡ് പൂക്കൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന കുറച്ച് ഫെദർ വൂൾസാണ്. അപ്പോൾ അതിൽ നിന്ന് വൈറ്റ് ഫെദർ വൂൾ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പണി. അതും ഇരട്ടി പണിയാണല്ലോ. കുറച്ചധികം നേരം ഇതിന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. കാരണം ബ്രാഞ്ചസ് പോലെ വന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒട്ടിച്ചതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ചുറ്റി ഒട്ടിക്കാന്ന് വെച്ചാൽ കുറച്ച് പാടായിരുന്നു. അതുമാത്രമല്ല ബഡ്സിൻ്റെ കോട്ടൻ്റെ ഭാഗത്തുമ്പോൾ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ചധികം സമയം പോയായിരുന്നു. എന്നാലും ചെയ്തു വരുമ്പോൾ എനിക്കിഷ്ടമാകും, ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിട്ട് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് പാർട്ടും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ കയ്യിലുള്ള അതായത് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു കേട്ടോ. എന്നാലും എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റിൽ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഇനി ക്രിസ്മസിൻ്റെ കുറച്ചധികം സീരീസായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.